വണ്ടൂർ ഞാറക്കോട് പ്രദേശത്ത് ഈ പ്രദേശവാസിയായ കുമാരനെ ഇന്ന് പുലർച്ചെ 3:30 കൂടിയാണ് കാട്ടാന ആക്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ വീടാണ് ഇത്. ഈ വീടിന് പുറത്തേക്ക് അദ്ദേഹം വന്ന സമയത്ത് ഇതിന് വശത്തായി നിന്ന കാട്ടാന അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കുമാരന് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. അതിനുശേഷം മണിക്കൂറുകളോളം ഈ കാട്ടാന ഈ പരിസരത്ത് നിന്നത് നാട്ടുകാർക്കിടയിൽ വലിയ ഭീതി ഉണ്ടാക്കി. ഏതായാലും ഇതിനു പിന്നാലെ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയി. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ കഴിഞ്ഞ ഏപ്രിലിലാണ് സമീപമുള്ള പ്രദേശം കയറാങ്കോട് പ്രദേശത്ത് ഒരു അമ്മയെയും മകനെയും കാട്ടാൻ ആക്രമിച്ചത്. അതിൽ മകന് ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നു. അന്ന് നാട്ടുകാർ നിരവധി പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചു. പക്ഷേ ഇതിലൊന്നും തന്നെ തീരുമാനമായിട്ടില്ല. ഇപ്പോഴും വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഒരു അലംഭാവം തുടരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. അതിന് പിന്നാലെയും മൃതദേഹം ഇവിടെ നിന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. കളക്ടർ ഉൾപ്പെടെ എത്തി ചർച്ച നടത്തി തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ഇവിടെ നിന്നും മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കൂ എന്നുള്ളത് നാട്ടുകാർ പറയുകയായിരുന്നു. പിന്നാലെ കളക്ടറും ഒപ്പം തന്നെ DFOയും സ്ഥലം MLAയും ഉൾപ്പെടെ ഇവിടെ എത്തുകയും നാട്ടുകാരുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നാട്ടുകാർ കൂടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ വലിയൊരു പ്രതിഷേധമുണ്ടായിരുന്നു. എന്താണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ? ഞങ്ങളുടെ ആവശ്യം പെൻസിലിംഗ് വെക്കണം. അതിപ്പോൾ പറഞ്ഞ് അവർ അംഗീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കുടുംബത്തിൽ ഒരാൾക്കൊരു ജോലി താൽക്കാലികം എന്നാണ് പറഞ്ഞത്. അത് സ്ഥിരപ്പെടുത്തണം എന്നാണ് നമ്മുടെ ആവശ്യം നാട്ടുകാരൻ്റെ. പിന്നെ അവരിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. ഫോറസ്റ്റുകാർ ഇവിടെ ഫുൾ ടൈം ഉണ്ടാവും. DFO സാർ ഇവിടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഫുൾ ടൈം. അപ്പോൾ എന്നിട്ട് അതിനെന്ത് വേണ്ടി നടപടികളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ ഒരു ജാഗ്രത വേണം, അല്ലെങ്കിൽ ഒരു നിരീക്ഷണം വേണം എന്നുള്ള നിങ്ങളുടെ അതാണ് ഞങ്ങളുടെ ആവശ്യം. അതവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ DFO സാറൊന്നും ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് അതിന് ആലനെ കൊന്നതും ഇതും രണ്ടും ഒരാനയാണെന്നുണ്ടെങ്കിൽ അതിനെ കുങ്കിയാനെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഒന്നില്ല കാട്ടിലേക്ക് കയറ്റാം, ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ പിടിച്ച് കൊണ്ടുപോകാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് കളക്ടർ നമ്മൾക്ക്. തീർച്ചയായും അങ്ങനെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ എത്തി ഇവിടെ നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നുള്ളതാണ്. അതിൽ ആദ്യഘട്ടം ഇന്ന് തന്നെ നൽകും. ഒപ്പം തന്നെ ഇവരുടെ മകന് താൽക്കാലികമായ ഒരു ജോലി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം വന്യമൃഗശല്യം തടയുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഉടൻ ആരംഭിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാട്ടാന വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള റെയിൽ ഫെൻസിങ് അത് ഇവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ കാട്ടാന പരിസരത്തുണ്ടെങ്കിൽ അത് വനത്തിനകത്തേക്ക് കയറി പോകുന്നത് വരെ സ്ഥലത്തൊരു കുങ്കിയാനയെ കൊണ്ടുവന്ന ആനയെ തുരത്താനുള്ള നടപടികളും സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ നിലവിൽ ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. അതോടുകൂടിയാണ് നാട്ടുകാർ ഒരു പ്രതിഷേധത്തിൽ നിന്നും പിന്മാറിയത്. നിലവിൽ ഇപ്പോൾ ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാവുകയാണ്. അതിനുശേഷം മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും പിന്നീട് സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ഏതായാലും വലിയ വേദനയുണ്ടാക്കുന്ന വിഷയമാണ്. പ്രത്യേകിച്ചും നാട്ടുകാർ നിരന്തരം ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങൾ ആണ് ഈ കാട്ടാന ശല്യവുമായി ബന്ധപ്പെട്ട ഇവിടെ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ആദ്യം ഘട്ടം മുതൽ തന്നെ നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിട്ടും ഇതിലൊരു പരിഹാരമായില്ല എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ ഉടൻ തന്നെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. നിലവിൽ ഇവിടെ കുമാരൻ്റെ വീട്ടിൽ ആളുകളൊക്കെ തന്നെ കൂടി നിൽക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമായിരിക്കും മൃതദേഹം ഇവിടെ നിന്നും കൊണ്ടുപോവുക. ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂറിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1 പാലക്കാട്.